ഇനി എല്ലാവരും ബീഫ് ചില്ലി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊന്ന് തയ്യാറാക്കി നോക്കി. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു പീസ് ബീഫ് എടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്കിനി ഒരേ കനത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിവിടെ മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തേക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ചില്ലി ഫ്ലക്സ്, പിന്നെ ഗരം മസാലയും വലിയ ജീരകം കൂടി കൂട്ടി പൊടിച്ചതാണ് കേട്ടോ അത്. പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മാഗി ക്യൂബാണ്. പിന്നെ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മളെ ഇതുണ്ടല്ലോ റെഡ് ചില്ലി സോസ്. അത് ഞാനിവിടെ ടൊമാറ്റോയും റെഡ് ചില്ലിയും കൂടിയിട്ടുള്ള സോസാണ് കിട്ടിയത്. റെഡ് ചില്ലി മാത്രമായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ 2 ചേരുവകളാണ് ഇതിൽ ചേർക്കേണ്ടത്, പ്രത്യേകം ചേർക്കേണ്ടത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ മാഗി ക്യൂബൊക്കെ ഒന്ന് ഉടക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുന്ന ഈ മാഗി ക്യൂബിലും അതുപോലെ തന്നെ റെഡ് ചില്ലി സോസിലൊക്കെ അത്യാവശ്യത്തിന് ഉപ്പ് കാണും. അതാണ് നോക്കിയിട്ട് ചേർക്കണമെന്ന് പറഞ്ഞത്. ഇനി ഇതൊരു അരമണിക്കൂർ സമയമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് ഓയിലിട്ടിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ഫ്രൈ ചെയ്ത് വരും. നമുക്ക് കൂടുതൽ സമയം കുക്ക് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ബീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേണ്ടത് ഇതിലേക്ക് പച്ചമുളക് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്ത് കോരി എടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. രണ്ടാമത് ഇടുമ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.